മൈക്ക് തന്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു ലോഹത്തകിടിൽ ഇടിച്ചപ്പോൾ തന്റെ കൈപ്പത്തി ലോഹം പോലെയായി മാറുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. പരിഭ്രമിച്ച അവൻ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പോയി. സ്കാനുകളിൽ അവിശ്വസനീയമായ ഒരു കാര്യമാണ് തെളിഞ്ഞത്. അവന്റെ ശരീരം ക്രമേണ ഒരു ലോഹരൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മാറ്റം ശാശ്വതമായി മാറുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. അതിനിടയിൽ വൈദ്യുത ഊർജ്ജത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് തനിക്ക് ലഭിച്ചതായി മൈക്ക് തിരിച്ചറിഞ്ഞു. തന്റെ പുതിയ ശക്തികൾ പരീക്ഷിക്കുന്നതിനിടയിൽ അവനൊരു ശക്തമായ ഊർജ്ജരശ്മി പുറപ്പെടുവിക്കുകയും തന്നെ പിന്തുടർന്നിരുന്ന ഭീഷണിയെ തൽക്ഷണം തകർക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം ഇതിലും വലുതായിരുന്നു. ഫന്റാസ്റ്റിക് ഫോർ ടീമിനെ വെല്ലുവിളിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഇത് നേടിയെടുക്കാൻ മൈക്ക് ടീമിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തുടങ്ങി. അവൻ സ്റ്റോൺമാനെ സമീപിക്കുകയും ജെസ്സയ്ക്ക് അവനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ താൽപ്പര്യമില്ലെന്നും ടീമിന്റെ ഏറ്റവും വലിയ കരുത്തായി അവനെ നിലനിർത്താനാണ് ജെസ്സയ്ക്ക് ഇഷ്ടമെന്നും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. ആദ്യം സ്റ്റോൺമാൻ ഇത് തള്ളിക്കളഞ്ഞെങ്കിലും താവളത്തിലേക്ക് മടങ്ങിയപ്പോൾ ജെസ്സെ ഇൻവിസിബിൾ വുമണുമായി സമയം ചെലവഴിക്കുന്നത് കണ്ട് അവനിൽ ദേഷ്യവും സംശയവും വളർന്നു. സ്റ്റോൺമാൻ ജെസ്സയെ നേരിടുകയും മറുപടി ആവശ്യപ്പെടുകയും ചെയ്തു. സാഹചര്യം വഷളാകാതിരിക്കാൻ ജെസ്സെ വേഗത്തിൽ ഇടപെടുകയും തന്റെ ഇലാസ്റ്റിക് കഴിവുകൾ ഉപയോഗിച്ച് അവനെ സുരക്ഷിതമായി തടയുകയും ചെയ്തു. ദീർഘനേരത്തെ സംഭാഷണത്തിന് ശേഷം സ്റ്റോൺമാൻ ശാന്തനാവുകയും ജെസ്സെ അവനെ വിട്ടയയ്ക്കുകയും ചെയ്തു. വൈകാതെ ഒരു പ്രധാന പരീക്ഷണത്തിനായി ജെസ്സയ്ക്ക് പുറത്തുപോകേണ്ടി വന്നു. ഈ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാൻ തീരുമാനിച്ച ജെസ്സെ സ്വയം പരീക്ഷണത്തിന് വിധേയനാകാൻ തീരുമാനിച്ചു. അവൻ പരീക്ഷണമുറിയിൽ പ്രവേശിച്ചതും കെട്ടിടത്തിലുടനീളം വിചിത്രമായ ഊർജ്ജ വ്യതിയാനങ്ങൾ അനുഭവപ്പെട്ടു. ലൈറ്റുകൾ മിന്നിമറയുകയും അലാറങ്ങൾ മുഴങ്ങുകയും ചെയ്തു. ഇൻവിസിബിൾ വുമൺ വേഗത്തിൽ ലാബിലേക്ക് ഓടിയെത്തിയപ്പോൾ ജെസ്സയുടെ അവസ്ഥ വഷളായതായും പരീക്ഷണം പരാജയപ്പെട്ടതായും അവൾക്ക് മനസ്സിലായി. അവനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതെല്ലാം മൈക്ക് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ തിരക്കിലായിരുന്നപ്പോൾ അവൻ പതുക്കെ ലാബിലേക്ക് കടന്നു. ശേഷം സ്റ്റോൺമാനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ആരും കാണാതെ അവിടെ ഒറ്റയ്ക്കാകുമെന്ന് അവൻ ഉറപ്പാക്കി. ഊർജ്ജ അറയ്ക്ക് മുന്നിൽ നിന്ന് മൈക്ക് തന്റെ രണ്ട് കൈകളും ആ ഊർജ്ജ മണ്ഡലത്തിലേക്ക് വെക്കുകയും വൻതോതിൽ വൈദ്യുത ഊർജ്ജം ആഗിരണം ചെയ്യുകയും ചെയ്തു. സ്റ്റോൺമാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കെ അവന്റെ രൂപം മാറാൻ തുടങ്ങുകയും അവൻ ക്രമേണ തന്റെ മനുഷ്യരൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിയായ സന്തോഷത്തോടെ അവൻ മൈക്കിന് നന്ദി പറയാൻ മുന്നോട്ടു വന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിനു മുൻപ് ശക്തമായ ഒരു ഊർജ്ജപ്രവാഹം അവനെ അറയിൽ നിന്ന് ദൂരേക്ക് തള്ളിക്കളഞ്ഞു. മൈക്കിന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ടീമിന്റെ ഏറ്റവും വലിയ കരുത്തിനെ ആദ്യം ഒഴിവാക്കി തുടർന്ന് മിസ്റ്റർ ഫന്റാസ്റ്റിക്കിനെ നേരിട്ട് താനാണ് ഏറ്റവും ശക്തനായ വ്യക്തിയെന്ന് തെളിയിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം.